ഇപ്പോ സപ്തമ സ്കന്ധത്തില് 9-ാമത്തെ അധ്യായം പ്രാതസ്ഥിതി ചന്ദ്രമതിയെ ആണ്. അമ്മയ്ക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നമായതുകൊണ്ട് പറയാൻ സാധിക്കുന്നില്ല. നമുക്ക് കുറച്ചൊന്ന് അനുസ്മരിച്ചു പോകാം. ഭഗവാന്റെ ഈ അതിഘോരമായിട്ടുള്ള രൂപം കണ്ട് ഇത്രയും കാലം ഹിരണ്യകശിപുവിന്റെ ഏകഛത്രാധിപതി എന്നുള്ള രീതിയിലുള്ള ലോകപാലന്മാരെ മുഴുവൻ തന്റെ കാൽക്കീഴിൽ അടക്കിക്കൊണ്ടുള്ള ഭരണത്തെ പേടിച്ചായിരുന്നു എങ്കിൽ ഇപ്പം തന്റെ ഭക്തനെ ദ്രോഹിച്ചതായിട്ടുള്ള ശത്രുവിന്റെ നേരെ ഉണ്ടായ കോപം അടങ്ങാതെ അത്യുഗ്രമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ രൂപം കണ്ടാണ് ഇന്ന് ആൾക്കാരൊക്കെ പേടിക്കുന്നത്. പക്ഷെ പേടിയില്ലാത്തത് ആർക്കാണ്? ഭക്തന്മാർക്ക് ഒരിക്കലും ഭഗവാന്റെ രൂപത്തിൽ ഒരിക്കലും പേടി ഉണ്ടാവില്ല. അവിടെ ദേവന്മാര് എല്ലാവരും ചെന്ന് അടുത്തേക്ക് അടുക്കാൻ സാധിക്കുന്നില്ല. അടുക്കാൻ സാധിക്കുന്ന വെച്ചാൽ ഉള്ളിലുള്ള ചൂട്, പിന്നെയോ കണ്ണ് അല്ലെ, ഈ അഗ്നി ഗോളങ്ങളെ പോലെ ജ്വലിക്കുന്നതായിട്ടുള്ള കണ്ണൊക്കെ എവിടെയൊക്കെയാണോ നരസിംഹസ്വാമി നോക്കുന്നത് അവിടെയൊക്കെ കൊണ്ട് ഭസ്മമാകുക. അതേപോലെയുള്ള ഉള്ളിലെ താപം അല്ലെ, അങ്ങനെ ചൂടായിട്ടിരിക്കുന്ന സമയത്ത് ആർക്കും തന്നെ അവിടെ ചെന്ന് ഭഗവാനെ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ വേഗം തന്നെ ആ ദേവന്മാരെല്ലാവരും കൂടി ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം പ്രഹ്ലാദനോട് പറയാണ്, ഹേ പ്രഹ്ലാദ, നിന്റെ അച്ഛനോടുള്ള ദേഷ്യം സ്വപിത്രേ കുപിതം പ്രഭു, നിന്റെ അച്ഛനോടുള്ള ദേഷ്യത്തിലാണ് ഇപ്പോ ഭഗവാൻ ഇങ്ങനെ ആളിക്കത്തിയ ഘോര രൂപത്തോടുകൂടി ഇരിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് മാത്രമേ ഇനി ആ ഭഗവാനെ ഒന്ന് ആ കോപത്തെ ഇല്ലാണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ബാക്കി ആർക്കും അവിടെ അടുത്തേക്ക് പോലും പോകാൻ പറ്റാത്ത ആ 5 വയസ്സായിട്ടുള്ള പ്രഹ്ലാദൻ എന്തായി അവിടെ ആ എല്ലാം കൊണ്ടത് ഭഗവാന്റെ നരസിംഹമൂർത്തിയുടെ അടുത്ത് തന്നെ ഇതാ കൈകൂപ്പി ഇങ്ങനെ നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഭക്തന്റെ ധൈര്യം, അതാണ് ധീരൻ എന്ന് വേണേൽ പറയാം. അതുകൊണ്ട് വേഗം തന്നെ ആ പ്രഹ്ലാദനെ നരസിംഹസ്വാമിയുടെ അടുത്തേക്ക് പറഞ്ഞു വെച്ചു. സ്വപാദമൂലേ പതിതം തമർഭകം വിലോക്യ ദേവ കൃപയാ പരിപ്ലുത ഉത്ഥാപ്യതച്ഛീഷ്ണ്യതഥാൽക്കരം ഭുജം കാരാഹിവിത്രസ്തധിയാം കൃതാഭയം. അവിടെ ആ പ്രഹ്ലാദൻ നരസിംഹസ്വാമിയുടെ പാദങ്ങളിൽ വീണങ്ങ് നമസ്കരിച്ചപ്പോൾ ശരിക്ക് എങ്ങനെയാണോ നല്ല ചൂട് കാലത്ത് ഹിമജലം നമ്മളുടെ ശരീരത്തേക്ക് വന്ന് പതിച്ചാൽ എങ്ങനെയാണോ അതേ ഒരു ആശ്വാസമാണ് ഭഗവാൻ ഉണ്ടായതെന്ന് പറയുക. വേഗം ആരാണ് തന്റെ കോപത്തെ അടക്കാൻ പറ്റുന്ന ആർക്കേ പറ്റുള്ളൂ? തന്നോടോ അല്ലെ ഉയർന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ. അല്ലെ, ഭഗവാന്റെ കോപത്തെ അറിയണമെങ്കിൽ അത് ഭക്തന് മാത്രമേ അറിയാവുള്ളൂ. കാരണം എന്താണ്? ഭഗവാനോളം ഉയർന്നവരാണ് ഭക്തന്മാര്. ഭക്തനും ഭഗവാനുമായിട്ട് വ്യത്യാസമില്ല. അങ്ങനെ നോക്കിയപ്പോഴാണ് പ്രഹ്ലാദനെ കണ്ടത്. പ്രഹ്ലാദനെ വേഗം എന്ത് ചെയ്തു? സതൽക്കരസ്പർശുതാഖിലാശുഭ സപദ്യഭിവ്യക്തപരാത്മദർശന തൽപാദപത്മം ഹൃദി നിർവൃതോ ദധോ ഹൃഷ്യത്തനുഹൃദശ്രുലോചന. വേഗം തന്നെ ആ പ്രഹ്ലാദൻ തന്റെ കണ്ണീരുകൾ കൊണ്ട് ഭഗവാന്റെ ആ പാദങ്ങളെ കഴിയിച്ചുവെങ്കിൽ ഭഗവാൻ വേഗം തന്നെ ആ പ്രഹ്ലാദനെ അവിടെ എഴുന്നേൽപ്പിച്ച് ആ 2 കൈകളും കൊണ്ട് പ്രഹ്ലാദന്റെ ആ ശിരസിൽ വെച്ച് അങ്ങോട്ട് അനുഗ്രഹിച്ചു എന്ന് പറയാണ്. യഥാർത്ഥത്തിൽ ഭഗവാന്റെ ഈ തൃക്കര സ്പർശം എന്ന് പറയുന്നത് തന്നെ ഈ നമ്മളുടെയൊക്കെ കാലസർപ്പമാകുന്ന ആ പിടിയിൽ അമർന്നിട്ടുള്ളവർക്ക് ഒരു വലിയൊരു അഭയമാണ് ശരിക്ക് ഭഗവാന്റെ തൃക്കര സ്പർശം എന്ന് പറയാണ്. അങ്ങനെയുള്ള രീതിയില് ആ സ്പർശമേറ്റതോടുകൂടി സർവ അശുഭങ്ങളും അവിടെ നശിച്ചു. ഇപ്പൊ എന്തായി? ഇപ്പൊ ശരിക്കും ജീവാത്മാവും പരമാത്മാവും എന്നുള്ള രീതിയിൽ അവിടെ ചർച്ചയായി. അവിടെ ഒന്ന് തന്നെയാണ് എന്നുള്ള ഒരു അവസ്ഥ അവിടെ കാണിച്ചു കൊടുത്തു. അസ്തൗഷീത് ഹരിമേകാഗ്രമനസാ സുസമാഹിത പ്രേമഗദ്ഗതയാ വാച സന്യസ്ത ഹൃദയേ ക്ഷണ. വേഗം തന്നെ
മനസ്സിനെ ഏകാഗ്രമാക്കി അവിടെ പൂർണ്ണമായിട്ടും എന്താണ് ആ ഭാവ സമാധി അവസ്ഥ അവിടെ പ്രാപിച്ചു. സമാധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനും ഈശ്വരനും ഒന്ന് തന്നെ എന്നുള്ള ഒരു അവസ്ഥ അവിടെ പൂർണ്ണമായി പ്രഹ്ലാദന് കണ്ണും മനസ്സും ആ ഭഗവാൻകൾ തന്നെ അർപ്പിച്ചുകൊണ്ട് ഇടറിക്കൊണ്ടാണ് അവിടെ തന്യസ്ത ഹൃദയേക്ഷണ പ്രേമ ഗദ്ഗതയാ വാച. തൊണ്ടയിടറിക്കൊണ്ട് ആ പ്രഹ്ലാദൻ ഭഗവാന്റെ പാദങ്ങൾ വീണ് നമസ്കരിച്ചുകൊണ്ട് സ്തുതിക്കാൻ തുടങ്ങി എന്ന് പറയാണ്. പ്രഹ്ലാദന്റെ സ്തുതി ബ്രഹ്മാദയ സുരഗണാമുനയോധ സിദ്ധാഹ. ഗുരുവായൂരപ്പ, ഇവിടെ ധാരാളം ദേവന്മാര് എല്ലാവരും, ബ്രഹ്മാദി ദേവന്മാര് എല്ലാവരും അങ്ങേ വന്ന് സ്തുതിച്ചു. എങ്ങനെയുള്ളവര്? സത്വൈക അല്ലെ, സത്വൈകദാനമതയോ വചസാം പ്രവാഹീഹി. തത്വഗുണത്തിന് അധീനന്മാരായിട്ടുള്ള ദേവന്മാരെല്ലാവരും അങ്ങേ വന്ന് സ്തുതിച്ചിട്ടും അങ്ങയുടെ ഈ കോപം മാറാത്ത ഈ ഞാൻ എങ്ങനെയാണ്, ഉഗ്രജാതിയിൽപ്പെട്ടതായിട്ടുള്ള ഞാൻ എങ്ങനെയാണ് അങ്ങേ സ്തുതിക്കാൻ സാധിക്കുക? നാരാധിതും പുരുഗണൈരധുനാഭിപ്രുക്കിം ദോഷും അരിഹതി സമേ ഹരിരുഗ്രജാതേ. അപ്പം അങ്ങനെയുള്ള ആ ദേവന്മാർക്ക് അങ്ങയുടെ ആ കോപത്തെ ശമിപ്പിക്കാൻ സാധിക്കില്ല എങ്കിൽ ഈ ഉഗ്രജാതിയായിട്ടുള്ള ഞാൻ എങ്ങനെയാണ് അങ്ങേ അവിടുന്ന് സ്തുതിക്കാൻ പറ്റുക? അപ്പൊ ഇവിടെ പ്രഹ്ലാദൻ പറഞ്ഞിട്ടുള്ള ഒരു രണ്ട് ജാതിയുള്ളൂ ശരിക്കും. എന്താണ് ഉഗ്രജാതി എന്ന് ഉദ്ദേശിക്കുക? അവിടെ അസുരജാതി എന്നുള്ളതല്ല അവിടെ പറയുന്നത്. പിന്നെ എന്താണ്? രണ്ട് ജാതി എന്ന് പറഞ്ഞാൽ ഒന്ന് ഭഗവാനും ഒന്ന് പ്രകൃതി, ഇത്ര വ്യത്യാസമുള്ളൂ. ഒറ്റ ജാതിയുള്ളൂ ഇവിടെ. അപ്പം പ്രഹ്ലാദൻ പറഞ്ഞത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ മൂന്ന് ഗുണങ്ങളോടും കൂടിയിട്ടുള്ള ശരീരം സ്വീകരിച്ചിട്ടുള്ള ഈ ജാതി, ഈ ഉഗ്രജാതിയിലുള്ളവർക്ക് എങ്ങനെയാണ് അവിടത്തേക്ക് അറിയാൻ സാധിക്കുക? പിന്നെ എനിക്ക് ഒന്നറിയാം, അങ്ങേ അറിയണമെങ്കിൽ എന്ത് വേണം? അങ്ങേ അറിയണമെങ്കിൽ ഇതൊന്നും അല്ല അളവുകോലുകൾ അല്ലെ. മന്യേധനാവിജന രൂപ തപശ്രുതൗജ തേജപ്രഭാവ ബല പൗരുഷ ബുദ്ധിയോഗാഹ നാരാധനായ ഹി ഭവന്തി പരസ്യ പുംസോ ഭക്ത്യാതുതോഷ ഭഗവാൻ രജയൂഥപായ. വലിയ നല്ല എന്താണ് കുലത്തിൽ ജനിച്ചത് കൊണ്ടോ, ധാരാളം ധനമുള്ളത് കൊണ്ടോ, ആഭിജാത്യമുള്ളത് കൊണ്ടോ, തപസ്സുള്ളത് കൊണ്ടോ, ബ്രഹ്മം വേദം മുഴുവൻ അല്ലെ അങ്ങോട്ട് രണ്ട് രീതിയിലും സംഹാരമായിട്ടും സൃഷ്ടിയായിട്ടും ചൊല്ലാൻ അറിയാമെങ്കിലോ ഒന്നും അവിടുത്തെ അറിയാൻ സാധിക്കില്ല. അവിടുത്തെ അറിയണമെങ്കിൽ എന്ത് വേണം? അവിടുത്തെ അറിയണമെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ആ ഈശ്വര തത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കുന്ന, അത് ഇനി മനുഷ്യരെന്നുള്ളതല്ല, ആനയ്ക്ക് പോലും അങ്ങ് മോക്ഷം കൊടുത്തില്ലേ. ഭക്തിയാതുതോഷ ഭഗവാൻ ഗജയൂഥമായ. അപ്പം ആ ഭഗവത് പ്രീതി നേടണമെങ്കിൽ അതിന് ഈ കുലമോ സമ്പത്തോ സൽക്കുലത്തിൽ ജനിക്കണമെന്നോ തപസ്സോ ശാസ്ത്രജ്ഞാനമോ ഇതൊന്നും അല്ല അവിടെ. പിന്നെന്താണ്? സത്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ സാധിക്കണം. ഈ ആനയുടെ ഉള്ളിലുള്ള ജീവനും അല്ലെ, മനുഷ്യന്റെ ഉള്ളിലുള്ള ജീവനും കൊതുകിന്റെ ഉള്ളിലുള്ള ജീവൻ എന്ന് പറയുന്ന ആ ഒരൊറ്റ ജീവനെ ഇവിടെയുള്ളൂ. ആ ഒരു അദ്വൈത ഭാവം നമ്മളിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയം എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാകുന്നില്ല. ഈ ഇവരൊക്കെ വന്നിട്ട് തിരിച്ചു പോകാൻ കാരണം എന്താണ്? ഭയം എന്നുള്ളൊരു അവസ്ഥ വരാൻ തന്നെ കാരണം എന്താണ്? ഈ ഈശ്വരൻ ഒന്ന് അപ്പറയാണ്, ഞാനൊന്ന് ഇപ്പറയാണ് അല്ലെ. ഈ ഒരു ദ്വന്ദ്വഭാവം വരുന്നതുകൊണ്ടാണ്. ഈ ദ്വൈതം നമ്മളുടെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് ഈ ഭയം നമ്മളിൽ നിന്ന് വിട്ടുപോയില്ല. പ്രഹ്ലാദിന് യാതൊരുവിധ ഭയവും ഇല്ലാതെ അവിടെ നിൽക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഭരതന് ഭദ്രകാളിയുടെ മുമ്പിൽ അല്ലെ ഒരു വികാരവും നിർവികാരനായിട്ട് നിൽക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? ഒരേ ഒരു ശക്തിയേ ഉള്ളൂ. പല പല വേഷം കെട്ടുകളാണിത്. എന്നാ ആ വേഷം കെട്ടിൽ ആ ഒരു വേഷം കെട്ട് തന്നെയാണ് ഞാനും അല്ലെ. എൻ്റെ ഉള്ളില് ഇരിക്കുന്ന ആ ചൈതന്യവും ഈ നരസിംഹസ്വാമിയുടെ ഉള്ളിൽ ഇരിക്കുന്ന ചൈതന്യവും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇനി വിപ്രാദ്യുഷ ഗുണയുതാദരവിന്ദനാഭപാദാരവിന്ദ വിമുഖാശ്വപചം വരിഷ്ഠം. ഭഗവാനെ ഇനി പൂജിക്കണമെങ്കിൽ 12 ഗുണങ്ങളുള്ള ബ്രാഹ്മണര് പൂജിച്ചോട്ടെ. പക്ഷേ ഭക്തിയോടുകൂടി അല്ല എങ്കിൽ വിമുഖാൽ ശപചം വരിഷ്ഠം. ഭക്തിയോടുകൂടി അല്ല ഭഗവാനെ പൂജിക്കുന്നതെങ്കിൽ വെറുതെ ഇങ്ങനെ തന്ത്രങ്ങൾ ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രം, വേറൊന്നുമില്ല. തന്ത്രങ്ങൾ ഇങ്ങനെ കാണിച്ചു. അപ്പം അതൊന്നുമല്ല മാനദണ്ഡം അവിടെ. ശരിക്ക് നമ്മളുടെ ആർദ്രമായിട്ടുള്ള ഭാവത്തോടുകൂടി യഥാർത്ഥമായിട്ടുള്ള ആ ഈശ്വരനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക്
ആ പൂജ ചെയ്യാൻ സാധിച്ചാൽ അത് ശുഭജനാണെങ്കിലും അത് തന്നെയാണ് വരിഷ്ഠം എന്ന് പറയുക. ശുഭജൻ എന്ന് പറഞ്ഞാല് ഈ ശ്വാക്കളെ തിന്നുന്ന ആൾക്കാരെയാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ പോലും അവര് എന്താണ് മനസ്സ് തുറന്ന് സന്തോഷത്തോടുകൂടി ഭഗവാൻ എന്ത് സമർപ്പിക്കുന്നോ അത് ഭഗവാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. പത്രം പുഷ്പം ഫലം തോയാം അല്ലെ, യോമേ ഭക്തിയാ പ്രയച്ഛതി എന്ന് പറഞ്ഞ പോലെ ശബരിയുടെ പഴം കഴിക്കുവാനും അല്ലെ, ഇങ്ങനെയുള്ള ഓരോന്നും നോക്കിക്കഴിഞ്ഞാല് ആ ദ്രൗപദിയുടെ പാത്രത്തിൽ നിന്ന് ചീരയില കഴിക്കുവാനും ഇങ്ങനെ അതൊക്കെ എന്താണ് ശുദ്ധമായിട്ടുള്ളൊരു ഭാവത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ നിഷ്കളമായിട്ടുള്ളൊരു ഭാവത്തോടു കൂടിയാണ് തന്നെ പൂജിക്കുന്നതെങ്കിൽ അത് തന്നെയാണ് ഭഗവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും വരിഷ്ഠമായതും. അതുകൊണ്ട് മന്യേതർപ്പിത മനോവചനേ ഹിതാർത്ഥ പ്രാണം പുനാതി സകുലം നതു ഭൂരിമാന. അതുകൊണ്ട് ആ തന്റെ സർവ്വതും എന്താണ് ഈ ഭക്തിഭാവത്തിൽ അധിഷ്ഠിതമായി കഴിഞ്ഞാൽ മറ്റെന്ത് ദോഷം ഉണ്ടായിക്കോട്ടെ, ഇന്ന ജാതിയിൽപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ ഇന്നത് കഴിക്കുന്നയാളാണ്, ഇന്നടത്ത് പോയ ആളാണ്, ഇന്ന കാര്യം ഇല്ലേ, നമുക്കാണ് സത്യത്തിൽ എന്താണ് നമ്മളാണ് ഈ വേർതിരിവ് മുഴുവൻ ഉണ്ടാക്കിയത്. ആ തുടക്കത്തിൽ തന്നെ യുധിഷ്ഠിരൻ ചോദിക്കുന്നുണ്ട് അല്ലെ, എന്താണ് സമപ്രിയ സുഹൃൽ ബ്രഹ്മൻ, ഇങ്ങനെയുള്ള ഭഗവാൻ എങ്ങനെയാണ് ഈ അസുരന്മാരോട് ഇത്ര ഒരു ദേഷ്യം, ആ ദേവന്മാരോട് ഇത്ര ഒരു എന്താണ് ഒരു സ്നേഹം എന്ന് ചോദിക്കുന്നുണ്ട്. ഇതാ സംശയം. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിന്ദനസ്തവ സൽക്കാരാർത്ഥം അല്ലെ, ആ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ബാധിക്കുന്നില്ല ശരിക്ക്. ഭഗവാൻ ഒന്നും ചെയ്യുന്നില്ല. പിന്നെന്താണ് ഈ ദേവന്മാര്, അസുരന്മാര് അല്ലെങ്കിൽ ദൈത്യന്മാര്, ഇങ്ങനെ പല തരത്തിലുള്ള തരക്കാര് വന്നത് തന്നെ എന്താണ് നമ്മളാണ് മാറ്റുന്നത്. നമ്മളുടെ ഉള്ളിലുള്ള ഈ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണങ്ങളെ കൊണ്ട് നമ്മൾ ഈ ആൾക്കാരെ ഇങ്ങനെ പല തട്ടുകളിലാക്കി മാറ്റിയിരിക്കുകയാണ് അവിടെ. ഭഗവാൻ അങ്ങനെ ഈ തട്ടുകളിലൊന്നും മാറ്റി, ആനയാണോ പുലിയാണോ പൂച്ചയാണോ കൊതുകാണോ മനുഷ്യനാണോ എല്ലാം ഒരേപോലെ ഭഗവാന്റെ ഒരേ അളവിലാണ് ഭഗവാന്റെ ആ ചൈതന്യം എല്ലാവരുടെ ഉള്ളിലും ഉള്ളത്. അപ്പം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അവിടെ അസുരനോ ദേവനോ ഒന്നും തന്നെ ഇല്ല. ഇത് അതുകൊണ്ട് സകുലം നതുഭൂരിമാന. അപ്പം ആ ഈ ഒരു ഭാവം നമ്മളുടെ നിഷ്കളമായിട്ടുള്ള ഒരു ഭാവം, ഭക്തിഭാവം നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റെന്ത് ദോഷവും അതൊന്നും ഭഗവാൻ ശ്രദ്ധിക്കുന്നില്ല അവിടെ. താൻ ആരാണെന്നോ ഏത് കുലത്തിൽ ജനിച്ചതാണെന്നോ അല്ലെങ്കിൽ അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് എത്രയോ കഥകൾ കേട്ടിട്ടുണ്ട്. വിതുരന്റെ പത്നി കൊടുത്തതായിട്ടുള്ള പഴത്തൊലി, ശബരിയുടെ പഴം, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് അല്ലെ, കല്ലും മണ്ണും നിറഞ്ഞതായിട്ടുള്ള അവില്, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഭഗവാൻ എന്താണ് അവിടെ നോക്കുന്നത്? ഏത് രീതിയിലാണ് തനിക്ക് തരുന്നത്? താൻ തരുന്നതായിട്ടുള്ള പാത്രത്തിനാണ് പ്രാധാന്യം. അതാണ് ഭഗവാൻ. പാത്രം വൃത്തിയുള്ളതാണോ കൊണ്ടിരുന്ന, അല്ലെ നമ്മൾ പറയാറില്ലേ ഹോട്ടലിൽ ചെല്ലുമ്പം വൃത്തിയായിട്ട് നല്ല വൃത്തികെട്ട ഭക്ഷണമാണേലും അത് വൃത്തിയായിട്ടുള്ളൊരു പാത്രത്തിൽ കൊണ്ട് തന്നു കഴിഞ്ഞാൽ എന്തായി, നമ്മളത് കഴിക്കും, നമുക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. പക്ഷെ അല്ലെങ്കിലോ വൃത്തിയില്ലാത്തൊരു പാത്രത്തില് നല്ല സാധനം തന്നാൽ പോലും നമുക്ക് കഴിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞതുപോലെ പാത്രം വൃത്തിയായിരിക്കണം. പാത്രം എങ്ങനെയുള്ളതായിരിക്കണം? ഭക്തിഭാവത്തോടു കൂടിയിട്ടുള്ള, ഭക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ദോഷവും അവിടെ തോന്നില്ല എന്ന് പറയും. ഇപ്പം കരിഞ്ഞ ദോശയാണെങ്കിൽ പോലും എന്താണ് ആ സ്നേഹത്തോടുകൂടി ഭാര്യ അതുകൊണ്ട് തന്നു കഴിഞ്ഞാല് അല്ലെ, നമുക്ക് കരിഞ്ഞതാണെന്നൊന്നും അവിടെ നമ്മൾ നോക്കുകയില്ല. അവിടെ എത്രയോ സന്തോഷത്തോടു കൂടി നമ്മൾ അതിനെ അവിടുന്ന് സ്വീകരിക്കുക. അവിടെ കഴിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അയ്യോ അത് കരിഞ്ഞതായിരുന്നു എന്ന് പറഞ്ഞത്. അതുപോലും നമ്മൾ അവിടെ ശ്രദ്ധിക്കുന്നില്ല. കാരണം ആ ഒരു ഭാവത്തോടു കൂടി നമുക്ക് തന്നു സ്വീകരിക്കുന്നു. അതുകൊണ്ട് ഭഗവത് ആരാധനയ്ക്കും അത് ഈ ഒരു ഭക്തിഭാവമാണ് വേണ്ടത് എന്നുള്ളത് എനിക്കറിയാം. പിന്നെ അത് തന്നെയല്ല, നൈവാത്മന പ്രഭുരയം നിജലാഭപൂർണോ മാനം ജനാദ് അവിദുഷ കരുണോ വൃണീതേ യദ്യജ്ജനോ ഭഗവത്തെ വിദധീതമാനം തച്ചാത്മനെ പ്രതിമുഖസ്യേധാമുഖശ്രീ. പിന്നെ പറയാണ് അങ്ങ് ആരാണ് യഥാർത്ഥത്തില് നിജലാഭപൂർണ അല്ലെ, എല്ലാം അങ്ങയുടെയാണ്. ഈ കാണുന്നതായിട്ടുള്ള പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? പ്രപഞ്ചം എന്ന് പറയുന്നത് ഭഗവാന്റെ അനന്യമായിട്ടുള്ള ശക്തിയാണത്. അപ്പം ഈ ഓരോരുത്തര് അല്ലെ ഭക്തന്മാര് അങ്ങേക്ക് കൊണ്ടുതരുന്നതായിട്ടുള്ള സമ്മാനങ്ങൾ അല്ലെങ്കിൽ എന്തായിക്കോട്ടെ അതൊക്കെ അത് ശരിക്കും എന്താണ്? അവിദുഷ കരുണോ പ്രണീതേ. അവിദുഷന്മാരെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കാത്ത മൂഢന്മാര് അല്ലെ. നമുക്കൊക്കെ ചിലപ്പോൾ തോന്നലുണ്ട്, രാവിലെ അല്ലെ ഗുരുവായൂരപ്പന് നട തുറന്ന് മൽത് ദേശിന്റെ പട്ടിണിയായി, അയ്യയ്യോ അല്ലെ. യഥാർത്ഥത്തിൽ പൂജ കഴിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും? പൂജ കഴിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? പൂജ കഴിക്കുന്നത് നമ്മളുടെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് പൂജ കഴിക്കുന്നത്. അതുകൊണ്ടാണ്
നമ്മളുടെ ഇഷ്ടപ്രകാരം നമ്മൾ ആ ഭഗവാന് കൊടുക്കുന്ന ദ്രവ്യങ്ങളൊക്കെ അതേ രീതി വേണം. നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം അതേ രീതിയിൽ ഭഗവാന് കൊടുക്കണം എന്ന് അവിടെ പറയുന്നതിന്റെ അതാണ് ഇവിടെ പറഞ്ഞത്. യദ്യജ്ജനോ ഭഗവത്തെ വിദധീതമാനം തച്ച ആത്മനേ പ്രതിമുഖസ്യ യഥാമുഖശ്രീ. നമ്മളുടെ ഉള്ളിലുള്ള ആ ഈശ്വര തത്വത്തെ അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മുഖശ്രീ, ഒരു കണ്ണാടിയാണ് യഥാർത്ഥത്തില്. അല്ലെ? വിഗ്രഹം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? വിശേഷേണ ഗ്രഹിക്കേണ്ടതാണ്. അല്ലേ? ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ എന്തിനാ ഇത്രയും അമ്പലങ്ങള്, ഇത്രയും ദേവന്മാരെന്തിനാണ്? അല്ലെ? പലതരത്തിലുള്ള ദേവന്മാര്, പലതരത്തിലുള്ള ക്ഷേത്രങ്ങള്, പല ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ക്ഷേത്രങ്ങള്. ഇതിന്റെയൊക്കെ യഥാർത്ഥത്തിലുള്ള സത്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യം അല്ലെങ്കിൽ ആ ഈശ്വര ഭാവം, ആ ഭക്തിഭാവം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുവാൻ വേണ്ടിയിട്ടുള്ള ഉപാധികളാണ് അതൊക്കെ. ആ ഉപാധികളെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണോ നമ്മളൊരു കണ്ണാടി നോക്കിക്കൊണ്ട് നമ്മളുടെ മുഖത്തെ വൃത്തികേട് മനസ്സിലാക്കുന്നത്, അതേപോലെയാണ് യഥാർത്ഥത്തിൽ ഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പോഴും. അല്ലേ? നമ്മളിപ്പം നമ്മുടെ നെറ്റിയിൽ പൊട്ട് തൊടണമെങ്കിൽ കണ്ണാടി പൊട്ട് തൊട്ടാൽ മതിയോ? പൊട്ട് തൊട്ടാൽ മതിയോ? പോരാ. അപ്പം നമ്മളുടെ നെറ്റിയിൽ പൊട്ട് തൊടണമെങ്കിൽ അത് കാണണമെങ്കിൽ എന്ത് വേണം? കാണണമെങ്കിൽ കണ്ണാടി വേണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ വിശേഷേണ നമ്മൾ വിഗ്രഹത്തിൽ നിന്ന് ഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ നിഷ്കളമായിട്ടുള്ള ഒരു ഭാവമാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് അങ്ങ് പൂർണ്ണനായിട്ടുള്ള അതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഭഗവാൻ എന്താണ്? ഭഗവാൻ ഈ ഭക്തന്മാരിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ദ്രവ്യം അത് മാത്രമേ കിട്ടാതെ ഉള്ളൂ. എങ്ങനെയാ അത് കിട്ടുന്നത്? ഭക്തി ഭാവത്തോടുകൂടി ഭഗവാൻ എന്ത് കൊണ്ട് കൊടുക്കുന്നു അത് ഭഗവാൻ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുന്നു. അതുകൊണ്ടല്ലേ ഗുരുവായൂരപ്പ അങ്ങ് അല്ലേ എല്ലാം നിറഞ്ഞ ആളാണ് അങ്ങ്. ആരും ഒന്നും കൊടുത്തിട്ട് വേണ്ട, ഭഗവാൻ ഇനി അല്ലെ എല്ലാം സ്വന്തമായിട്ടുള്ളതാണ്. അല്ലെ? എന്താണ്? സ്വയം പ്രകാശിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ഭഗവാൻ എന്താണ്? ആ ഭക്തന്മാരോടുള്ള കരുണ കൊണ്ട് അവര് കൊണ്ടുതരുന്നതായിട്ടുള്ള പൂജ, അവർ തരുന്നതായിട്ടുള്ള നിവേദ്യ സാധനങ്ങൾ, അതൊക്കെ എങ്ങനെയാണ്? അതൊക്കെ സ്വീകരിച്ച് അവരെ അനുഗ്രഹിക്കുകയാണ് അവിടെ. എങ്ങനെയാ അവരെ അനുഗ്രഹിക്കുന്നത്? അവർക്കുണ്ടാകുന്നതായിട്ടുള്ള മനസ്സിന്റെ സന്തോഷം ആണ് അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഈ ക്ഷേത്രങ്ങളിലെ പൂജകളാണെങ്കിൽ പോലും എന്താണ്? അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? യഥാർത്ഥത്തിൽ നമ്മളുടെ ഉള്ളിലെ ആ ഈശ്വരഭാവം അനുഭവിക്കുവാൻ വേണ്ടി, സന്തോഷം അനുഭവിക്കുവാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പൂജ. അപ്പം അവിടെ മലർ നിവേദ്യം വൈകിന്നോർത്ത് ഭഗവാൻ പട്ടിണിയൊന്നും ആകുന്നില്ല. ഭഗവാൻ എവിടെയാ പട്ടിണിയാകുക? ഞാൻ ചോദിച്ചത്, ഈ പട്ടിണി മാറ്റുന്നയാളാ ഭഗവാൻ, പിന്നെ അദ്ദേഹം എങ്ങനെയാ പട്ടിണിയാകുക? അപ്പൊ യഥാർത്ഥത്തില് നമുക്ക് ഭഗവാനിൽ നിന്നുള്ള ആ കലകളില് നമ്മളിലേക്ക് പ്രവാഹം എന്നുള്ളത് അതവിടെ നിലയ്ക്കുകയാണ് ശരിക്ക്. അപ്പം അതുകൊണ്ട് ആ നമ്മള് മുഖം കൊണ്ട് കണ്ണാടി നോക്കുന്നത് എങ്ങനെയാണോ അതേപോലെയാണ് ഭഗവാന്റെ ആ വിഗ്രഹം നമ്മൾ ദർശിക്കുന്നത്. പിന്നെയോ സർവേഹ്യമീ വിധികരാസ്തവ സത്വധംനോ ബ്രഹ്മാദയോ വയമിവേശ നചോദിജന്ത ക്ഷേമായ ഭൂതയ ഉദാത്മസുഖായ ചാസ്യ വിക്രീഡിതം ഭഗവതോ ചിരാവതാരൈ. യഥാർത്ഥത്തിൽ അങ്ങ് ഇവിടെ എടുത്തിരിക്കുന്ന അവതാരം എടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ശരിക്കും? എല്ലാവരുടെയും ഉള്ളിലുള്ള ഈ സംശയങ്ങളെ തീർക്കാനാണ്. എന്താ എല്ലാവരുടെയും ഉള്ളിലുള്ള സംശയം? ഈശ്വരൻ എവിടെയാണ് എന്നുള്ള സംശയം. എവിടെയാ ഈ ഈശ്വരൻ? പലരും പലതും പറയുന്നുണ്ട് അല്ലെ? പലയിടത്തും ഈശ്വരൻ എന്നുള്ള രീതി പറയുമ്പം ഈ ഈശ്വരനെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അല്ലെ? അപ്പൊ ഈ ബ്രഹ്മാദി ദേവന്മാരെല്ലാം, അതായത് സത്വഗുണത്തിന്റെ ആസ്ഥാനമായിട്ടുള്ള അവരെല്ലാവരും എന്താണ് ശരിക്ക്? അവരൊക്കെ യഥാർത്ഥത്തില് ഭഗവാൻ എന്താണോ എൽഭയാൽ വാദിവാദോയം സൂര്യസ്തപതി എൽഭയാൽ എന്ന് പറയുന്നത്, ഭഗവാൻ എന്താണോ പറയുന്നത് അതിനനുസരിച്ചാണ് അഗ്നി ജ്വലിക്കുന്നതും അല്ലെ കാറ്റ് വീശുന്നതും അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ പ്രവർത്തികളും. ഇവിടുത്തെ ഒരു പുൽച്ചാടി ഒരു പുല്ലിൽ നിന്ന് അടുത്ത പുല്ലിലേക്ക് കാല് വെക്കണമെങ്കിൽ ആര് വിചാരിക്കണം? അത് കണ്ണൻ വിചാരിച്ചെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് അവിടെ പറയാണ്. അതുകൊണ്ട് നാഹം ബിഭേമ്യജിത തേവി ഭയാനകാസ്യ ജിഹ്വ അക്ക നേത്ര ഭ്രുകുട്ടി രഭസോഗ്രതം ഷാൾ. അങ്ങയുടെ ഈ ഒരു ഇതാണ് ആന്ധ്രസ്രജ ക്ഷതജകേസര ശങ്കുകർണ നിർഹ്ലാദഭീത ദിഗിഭാദരിഭിന്നഖാഗ്രാൽ. ഈ പുരികക്കൊടികളുടെ എന്താണ് വളഞ്ഞിരിക്കുന്നതായിട്ടുള്ള പുരികക്കൊടികളോ അല്ലെങ്കിൽ ക്രൂര ദംഷ്ടകളോട് കൂടിയിട്ടുള്ള കുടൽമാല അണിഞ്ഞിട്ടുള്ള ആ ചോരയിൽ അണ്ടതായിട്ടുള്ള കുഞ്ചിരോമങ്ങള് അല്ലെ, ആ കൂർത്ത് മൂർത്തതായിട്ടുള്ള
ഗർജനം കൊണ്ട് ഭയചകിതനായിട്ടുള്ള ദിഗ്ഗജങ്ങളെ കൂടി ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ആ നഖാഗ്രങ്ങള് അല്ലെ, ഇതൊന്നും കണ്ട് ഹേ ഗുരുവായൂരപ്പ ഞങ്ങൾ ആരും പേടിക്കുന്നില്ല ഇവിടെ. അപ്പം സൂര്യനെ പോലെ ജ്വലിക്കുന്നതായിട്ടുള്ള നേത്രങ്ങളൊന്നും കണ്ട് ഞങ്ങൾ ഇവിടെ പേടിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട്. എന്താണ് പേടി? ത്രസ്തോസ്മ്യഹം വത്സല ദുസ്സഹോഗ്രസംസാരചക്രഗതനാൽ ഗ്രസതാം പ്രണീതാബദ്ധസ്വകർമ്മഭിരുഷത്തമ തേഘ്രിമൂലം പ്രീതോപവർഗ ശരണം ഹയസേ കഥാനു. ഏ ഗുരുവായൂരപ്പ, ഇതൊന്നും എനിക്ക് പേടിയില്ല. പക്ഷേ ഈ സംസാര ചക്രത്തിൽ ഇങ്ങനെ അറിവില്ലാതെ കടന്ന് പലതും ചെയ്ത് കർമ്മങ്ങൾ ഇങ്ങനെ വെറുതെ ചെയ്തു കൂട്ടുക. യഥാർത്ഥമായിട്ടുള്ള യാഥാർത്ഥ്യം അറിയാമെങ്കിൽ അല്ലെ, നമ്മൾ ചില വഴി പോകുമ്പം വഴി അറിയാൻ മേലാതെ ഇങ്ങനെ അല്ലെ, ഇന്നിപ്പോ ഏറ്റവും കൂടുതലാ ഈ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടങ്ങ് പോകും. അവസാനം എന്തായി, ഏതെങ്കിലും ഒരു തോടിന്റെ മുമ്പിൽ വന്നാൽ പിന്നെ അങ്ങോട്ട് വെള്ളത്തിലോട്ട് പോകണം പിന്നെ വണ്ടി. അങ്ങനെയൊക്കെ അബദ്ധം പറ്റും. എന്ന് പറഞ്ഞാല് നമ്മൾ ഇങ്ങനെ വഴി അറിയാൻ ലക്ഷ്യം അറിയാൻ മേലാതെ ഇങ്ങനെ നമ്മള് ഈ സംസാര ദുഃഖത്തില് സംസാര ചക്രത്തിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ് ഗുരുവായൂരപ്പ. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് എങ്ങനെയാണോ കരകയറാൻ സാധിക്കുന്നത്, അത് കരകയറണമെങ്കിൽ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇനി അതിനുള്ള ആശ്രയം എന്നുള്ളത് എന്താണ്? അവിടുത്തെ അല്ലെ തേഘ്രിമൂലം ബദ്ധസ്വകർമ്മഭിരുഷത്തമതേഘ്രിമൂലം പ്രീതോപവർഗ ശരണം വയസേ കഥാനു. അങ്ങയുടെ ആ തൃപ്പാദമൂലം അത് സ്വീകരിക്കുക. ആ തൃപ്പാദത്തിന്റെ മഹത്വം അത് തന്നെയാണ് അവിടെ പറയുന്നത്. അപ്പം ഞാൻ എല്ലാത്തിനെയും ഒന്നിനെയും ഞാൻ പേടിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഈ അജ്ഞത കൊണ്ട് ഉണ്ടാകുന്ന കർമ്മവാസനകള്, ആ കർമ്മവാസനകള് തന്നെ വന്ന് പിടികൂടി അതിൽ നിന്ന് ആ സംസാര കെട്ടില് പെട്ടിരിക്കുകയാണ് ഞാനിപ്പോ. അതുകൊണ്ട് അതിൽ നിന്നും ഒന്ന് രക്ഷ നേടണമെങ്കിൽ അതിനൊരു ആയുധം എന്ന് പറയാൻ എന്താണ്? അവിടുത്തെ ആ തൃപ്പാദങ്ങളാണ്. ആ മോക്ഷത്തിന് ആസ്പദമായിട്ടുള്ള അല്ലെങ്കിൽ സംസാരത്തിൽ ആരാണോ ഉഴലുന്നത് അവർക്ക് ഒരു രക്ഷാകേന്ദ്രം എന്നുള്ളത് അവിടുത്തെ തൃപ്പാദങ്ങളാണ് ഗുരുവായൂരപ്പ. അതുകൊണ്ട് ആ അങ്ങ് അങ്ങ് അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് എപ്പോഴാണോ എന്നെ അവിടത്തേക്ക് വിളിക്കുക, ആ സംസാര ചക്രത്തിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്താണ്? യസ്മാൽ പ്രിയ വിയോഗ സയോഗ ജന്മശോകാഗ്നിന സകലയോനിഷു ദഹ്യമാന ദുഃഖൌഷധം തദപി ദുഃഖമദധ്യാഹം ഭൂമൻ ഭ്രമാമി വദമേ തവദാസ്യയോഗം. നമുക്ക് പലതും ഇഷ്ടമുള്ളതുണ്ടാവാം, ഇഷ്ടമല്ലാത്തതുണ്ടാവാം അല്ലേ? ഈ ലോകത്ത് കാണുന്ന മാറ്റങ്ങളിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ചിലതെന്താണ് അക്കരെ പച്ചാന്ന് അവിടെ ചെന്നത്തേക്ക് അതാണ് കേമെന്ന് വിചാരിച്ച അവിടെ ചെല്ലും. അവിടെ ചെന്ന് കഴിഞ്ഞാലോ അവിടെ ചെന്ന് തിരിച്ചു നോക്കുമ്പോഴോ വീണ്ടും അക്കരെ പച്ച അല്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു നോക്കുമ്പോ ഇനി അവിടെ തന്നെയാ ഭേദം, എന്നാ പോയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എവിടെയാണ് നിത്യമായിട്ടുള്ള സുഖം എന്ന് അറിയാൻ വയ്യാതെ ജനങ്ങൾ ഇന്ന് അല്ലെ പലതിലും പെട്ടിരിക്കുകയാണ്. അപ്പം അവിടെ ഇഷ്ടങ്ങളുണ്ടാവാം, അനിഷ്ടങ്ങളുണ്ടാകാം. അതുപോലെ തന്നെ ഏത് ജന്മമായിക്കോട്ടെ, മനുഷ്യജന്മായാലും എന്താണ് മൃഗങ്ങളായാലും ഏത് ജന്മം എടുത്താലും ഈ സംസാരമാകുന്ന ചക്രത്തിൽ ഇങ്ങനെ നമ്മൾ കിടന്ന് തിരിയുക എന്നുള്ള അതിന്റെ ആ തീജ്വാലയിൽ നമ്മൾ എരിപിരി കൊണ്ട് തന്നെ നടക്കുകയാണ് അവിടെ. അതുകൊണ്ടുള്ള അതിൽ നിന്നും ഒരു അല്ലെ എന്താണ് ഹിമജലം അല്ലെങ്കിൽ ആ ഒരു തണുപ്പ് കിട്ടണമെങ്കിൽ, ഒരു കുളിര് കിട്ടണമെങ്കിൽ അത് എവിടെയാണെന്നുള്ളത്, ആ ദുഃഖശമനത്തിന് പ്രതിവിധി എന്താണെന്ന് ചോദിച്ചാൽ ആ തൃപാദങ്ങളെ ആശ്രയിക്കരുത് തന്നെയാണ്. ദുഃഖൌഷധം തദഭി ദുഃഖമതിഥിയാഹം. അപ്പം ദുഃഖത്തിന് നമ്മള് എന്താണ് ഒരു ആശ്രയ കേന്ദ്രമാണെന്ന് വിചാരിച്ച് ചെല്ലുന്നതിന് പിന്നെ എന്താണ് വീണ്ടും ഒരു ദുഃഖമായിട്ട് മാറുകയാണ്. ഇന്ന് ഭൗതികമായിട്ടുള്ള പലതും നമുക്ക് അല്ലെ ആശ്രയമാണെന്ന് വിചാരിച്ച് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്തായി കൂടുതൽ അത് വീണ്ടും ദുഃഖം. അതിൻ്റെ ഒരു നല്ലൊരു ഉദാഹരണമാണ് ഈ കൂളർ ഇട്ട് രാത്രി കിടന്നാൽ മതി. പല അനുഭവം കൊണ്ട് പറയുക. നമ്മള് നല്ല ചൂട് കാലത്ത് എന്ത് ചെയ്യും? കൂളറിനകത്ത് നിറച്ച് വെള്ളമൊക്കെ വെച്ച് അങ്ങനെ ഇട്ട് ലേശം ചെറിയ പേമാരി പോലെ ഇങ്ങനെ ആ മേത്തേക്ക് വീഴുമ്പോ എന്തെന്തൊരു സുഖം. ഒന്ന് കിടന്നു നോക്കണം, അപ്പൊ അറിയാം. രാവിലെ എഴുന്നേൽക്കുമ്പോ അറിയാം മേലുവേദന എന്ന് പറഞ്ഞാലേ ഒരു രോഗം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള പല ആശ്രയ കേന്ദ്രങ്ങളിലേക്ക് ചെന്നാലും അതൊക്കെ എന്താണ്? ദുഃഖൌഷധം തദപി ദുഃഖമദധ്യാഹം ഭൂമൻ ഭ്രമാമി വദമേ തവ ദാസ്യയോഗം. അപ്പൊ ദുഃഖശമനത്തിന് പ്രതിവിധി ചെയ്തു കഴിഞ്ഞാൽ അത് വീണ്ടും എന്താണ്? അത് ദുഃഖം വർദ്ധിപ്പിക്കുന്നേ ഉള്ളൂ ഭഗവാനെ. അതുകൊണ്ട് ഈ നട്ടം തിരിച്ചലിൽ നിന്ന് ഒരു മോക്ഷം അല്ലെ,
അവിടുത്തെ ആ ദാസ്യയോഗം, ഭഗവത് ദാസ്യഭക്തി ഒന്നുകൊണ്ട് മാത്രമേ അത് പര്യാപ്തമാവുകയുള്ളൂ എന്ന് പറയാണ്. എന്താ ഈ ഭക്തൻ എന്താ ദാസ്യഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഈ ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്തുതികളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ആരായി ഭഗവാൻ? ആരായി ഭഗവാൻ? അല്ലേ? ആദ്യം തന്നെ നാരദ മഹർഷിക്ക് ഋഷീശ്വരന്മാര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമസ്സംഘർഷണായ ച. അല്ലെ? ഈ വ്യൂഹങ്ങൾ ഏതൊക്കെയാണ് ശരിക്ക്? മനസ്സിന്റെ അന്ധക്കരണങ്ങളാണ് അല്ലെ? മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ചിത്തത്തിന്റെ പ്രതിനിധിയായിക്കൊണ്ട് വാസുദേവൻ, അഹങ്കാരത്തിന്റെ പ്രതിനിധിയായിക്കൊണ്ട് സംഘർഷണൻ, മനസ്സിന്റെ പ്രതിനിധിയായിക്കൊണ്ട് പിന്നെ അനിരുദ്ധൻ, ബുദ്ധിയുടെ പ്രതിനിധിയായിക്കൊണ്ട് പ്രദ്യുമ്നൻ. ഇങ്ങനെ 4 അന്ധക്കരണങ്ങളെ നമസ്കരിക്കൂ ഉണ്ണി, നിനക്ക് ഈശ്വരാനുഭവം ഉണ്ടാകും എന്ന് പറഞ്ഞാലോ നമ്മളുടെ ഉള്ളിലുള്ള നിഷ്കള ഭാവമാണ് ഈശ്വരാനുഭവം എന്ന് പറയുന്നത്. അപ്പൊ ഇനി മനസ്സിലാക്കിക്കൊള്ളുക എന്താണ് ഭഗവത് ദാസ്യയോഗം, തവദാസ്യയോഗം. അതുകൊണ്ട് ഹേ ഗുരുവായൂരപ്പ, ആ ഒരു ചിന്ത നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളുടെ ഉള്ളിലുള്ള അന്ധകരണങ്ങളെ മുഴുവൻ പഠിപ്പിച്ചുകൊണ്ട് എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ജീവബോധ ചൈതന്യമാണ് എന്നെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള ഉറച്ച വിശ്വാസം, ആ ജീവബോധ ചൈതന്യത്തിനെ ദാസ്യമാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അല്ലാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നാ പറഞ്ഞത്. നമ്മളുടെ ബുദ്ധിയും നമ്മളുടെ മനസ്സും എന്ന് നമ്മൾ എന്താണ് നമ്മുടെ ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ തീരുമാനിക്കുന്നതാണ്, നമ്മൾ അതിന്റെ പുറകെ പോകുമ്പോഴാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നത്. മറ്റേതെന്തായി? അതെല്ലാം എന്ത് ചെയ്യണം? അതെല്ലാം ആ ജീവബോധ ചൈതന്യമായിട്ടുള്ള ബോധസ്വരൂപനെ ആ ദാസ്യമാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന് പറയാണ്. അതാണ് ദാസ്യയോഗം. സോഹം പ്രിയസ്യ സുഹൃത പരദേവതായ ലീലാകഥാസ്തവ നൃസിംഹ വിരിഞ്ച ഗീത അഞ്ജസ്ഥിതർമ്യനുഗൃണൻ ഗുണവിപ്രമുക്തോ ദുർഗാണിതേ പദയുഗാലയ ഹംസസംഗ. പിന്നെ പറയാണ്, ഹേ നരസിംഹമൂർത്തെ, എന്തായാലും ഭക്തന്മാർക്ക് ഏറ്റവും പ്രിയനാണ്, അതുപോലെ തന്നെ സുഹൃത്താണ്, പോരാ പിന്നെന്താണ്? പരദേവതായ. അല്ലെ? അങ്ങ് ആരാണ്? സുഹൃത്താണ്, എന്താണ്? ധർമ്മദൈവമാണ്, എല്ലാമാണ് അങ്ങ്. ശരിക്ക് ഒരിക്കൽ ബ്രഹ്മാവ് പറയുന്നുണ്ട്, ലീലാകഥാസ്തവ നൃസിംഹ വിരിഞ്ച ഗീത. യഥാർത്ഥത്തില് ഭഗവാന്റെ കീർത്തനങ്ങൾ പാടി 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 ആ ഭഗവാനെ എല്ലാ ദുഃഖത്തിൽ നിന്നും രക്ഷ നേടുന്നു എന്ന് കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ കേട്ടു അല്ലെ? ബ്രഹ്മാവ് ഉപദേശിച്ചു എന്ന് പറയുന്നുണ്ട്. കീർത്തനങ്ങൾ പാടി പാടി ആ എല്ലാ ദുഃഖത്തിൽ നിന്നും നമുക്ക് കരകയറാൻ സാധിക്കുന്നു. അങ്ങനെ ഞാനും എന്ത് ചെയ്യുന്നു? ആ ബ്രഹ്മാവ് പറഞ്ഞു തന്നതായിട്ടുള്ള വഴിയിലൂടെ അങ്ങേ ഞാനും സ്തുതിക്കാൻ പോവുകയാണ്. ഇതൊന്നും അറിവുണ്ടായിട്ടൊന്നുമല്ല. എന്താണ്? അങ്ങനെ ആ ലീലാകഥാസ്തവ നൃസിംഹ വിരിഞ്ച ഗീതാഞ്ജസ്ഥിതമ്യനുഗൃണൻ ഗുണവിപ്രമുക്തോ ദുർഗാണിതേ പതയുഗാലയ ഹംസസംഗാഹ. അതുകൊണ്ട് ആ പാദപത്മങ്ങളെ തന്നെ നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് കർമ്മങ്ങളെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ എന്തായി? ഈ പറഞ്ഞതായിട്ടുള്ള നിഷ്കളമായിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന് പറഞ്ഞാലോ ചെറിയ ഒരു രീതിയിൽ ചിന്തിച്ചാൽ മതി. ഞാനൊന്നും അല്ല ഇത് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ നമുക്ക് എത്ര കണ്ട് ഫ്രീ ആകാൻ സാധിക്കും ആലോചിച്ച് നോക്കൂ. നമുക്ക് മാനസികമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. ഇത് നമുക്ക് ഈശ്വരേച്ഛയായിട്ട് നടക്കുകയാണെന്ന് വിചാരിച്ചാൽ എന്തെങ്കിലും നമ്മൾ ഭാരം ചുമക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലേ? ബസ്സേ കയറുമ്പോഴത്തേക്കും ഡ്രൈവറുടെ ഡ്യൂട്ടി നമ്മൾ എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മളെ കൊണ്ടുപോകോളും. അല്ലാതെ നമ്മൾ ഇനി എത്ര കിടന്ന് ബസ്സിനകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് കാര്യമുണ്ടോ? വേഗത്തോടെ അതിനൊരു സമയമുണ്ട്. അതുവരെ നമുക്ക് അല്ലെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അങ്ങയെ ആ എന്താണ് വിരിഞ്ച ബ്രഹ്മാവിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് അങ്ങയെ ഞാൻ സ്തുതിക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്ന് അവിടെ പറയുന്നു. പിന്നീട് അവിടെ ആദ്യം ഉണ്ടായതായിട്ടുള്ള ബ്രഹ്മാവി ദേവന്മാരോ അല്ലെങ്കിൽ ആരായിക്കോട്ടെ, സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും അടങ്ങിയതാണ് ഈ ശരീരമെങ്കിൽ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എന്താണ്?
ഒന്നും ഇവിടെ കാണുന്ന വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അതാണ് അതിന്റെ ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. നമുക്കെല്ലാം മനസ്സിലാക്കുന്നത് ഭഗവാൻ അവരോട് കുറച്ച് പ്രിയം കൂടുതൽ, അങ്ങനെയില്ല. നമ്മളാണ് ഈ പ്രിയവും അപ്രിയവും ഒക്കെ ഉണ്ടാക്കുന്നത്. ഭഗവാൻ ഒറ്റ പ്രിയം മാത്രമേ ഉള്ളൂ, ഒന്ന് മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്? ഭഗവാന്റെ തന്നെ ചൈതന്യമാണ് എല്ലാവരുടെ ഉള്ളിലും ഉള്ളത്. അപ്പൊ എന്തായി? ഭഗവാൻ അതെ ഒരേ രീതി സമദർശനത്തോടു കൂടിയാണ് ഭഗവാൻ കാണുന്നത്. പക്ഷെ നമ്മളുടെ അജ്ഞത കൊണ്ട്, നമ്മളുടെ ഗുണങ്ങളെ കൊണ്ട് നമ്മൾ പലതിനും പലതായിട്ട് നമ്മൾ ഓരോരോ കാറ്റഗറൈസേഷൻ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതാണ് എന്ന് അവിടെ പറയുന്നു. പിന്നെ പറയാണ്, കുത്രാശിശ്രുതി സുഖ മൃഗതൃഷ്ണിരൂപാഹ വേദം കലേവരമശേഷ രുജാം വിരോഹാം നിർവിദ്യതേ നതുജനോ യദപീതി വിദ്വാൻ കാമാനലം മധുലവൈ ശമയൻ ദുരാപൈഹി. കേൾക്കുമ്പം നമുക്ക് ഭ്രമം വരുമായിരിക്കാം. എന്ന് പറഞ്ഞാലോ, മൃഗതൃഷ്ണി രൂപാഹ. മൃഗതൃഷ്ണ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വെള്ളം ഇല്ലാത്തടത്ത് വെള്ളം ഉണ്ടെന്ന് തോന്നിക്കൊണ്ട് വേഗം ചെല്ലുന്ന ഈ മരുഭൂമിയിലൊക്കെ സൂര്യരശ്മി അടിക്കുമ്പോഴത്തേക്കും എന്തായി? അവിടെ വെള്ളം ധാരാളം ഉണ്ടെന്ന് വിചാരിച്ച് ഓടി അങ്ങ് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ വെള്ളമുണ്ടോ അവിടെ? അല്ലെ? അപ്പം ഈ മൃഗതൃഷ്ണയിലെ ജലം പോലും കേവലം എന്താണ്? മിഥ്യയായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട് എങ്കിൽ ഇതുപോലെ തന്നെയാണ് യഥാർത്ഥത്തില് ഈ ഭൗതികമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള സുഖം. അത് എന്താണ്? ആ സുഖം എന്നുള്ളത് പിന്നീട് പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമായിട്ട് വരികയാണ്. അതുകൊണ്ട് വേറൊന്നുമല്ല, ഈ ശരീരം പോലും നമുക്ക് അതുപോലെ തന്നെയാണെന്ന് പറയുകയാണ് അവിടെ. വാഹം രജപ്രഭവേ ഈശതമോധികേസ്മിൻ ജാതസുരേ തരകുലേ ക്വ തവാനുകമ്പാം ന ബ്രാഹ്മണോ നതു ഭവസ്യ നവൈരമായ എന്നേർപ്പിത ശിരസി പത്മകര പ്രസാദ. അപ്പം ഈ സകല രോഗങ്ങൾക്കും ഉറവിടമായിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ശരീരം എന്ന് പറഞ്ഞത് പോലും. അതത്ര കണ്ട് തുച്ഛമാണ് എന്ന് പറയാം. അപ്പം ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം എങ്കിൽ പോലും പക്ഷേ അവരുടെ ഉള്ളിലുള്ള ആ ആഗ്രഹം നിമിത്തം, അല്ലെ, ആ കാമാനലം മധുലവൈ ദുരാപൈ, അവരുടെ ആ മോഹങ്ങളെ കൊണ്ട്, കാമാസക്തിയെ ശമിപ്പിക്കുവാൻ വേണ്ടി അവര് ഈ തേൻതുള്ളികളെ എന്താണ് കൂട്ടി വെക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുവാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ ആ തേനീച്ചക്കാരൻ അല്ലെങ്കിൽ തേനെടുക്കുന്ന ആള് കൂട്ടി വെച്ചിട്ട് അത് എങ്ങനെയാണോ നഷ്ടപ്പെടുന്നത്, അതേപോലെയാണ് നമ്മൾ ഇന്ന് ഈ ശരീരത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി പലതരത്തിലുള്ള സമ്പാദ്യം നമ്മൾ വെച്ചു കൂട്ടുന്നത്. അത് പിന്നെന്താണ്? നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്ന് ഇത് വിട്ടുപോകുന്നു ഇവിടെ എന്ന് പറഞ്ഞ പോലെ. ഇതൊക്കെ ഈ പരിശ്രമമൊക്കെ വെറുതെ കാമാനലം മധുലവൈ കൂട്ടിയായിട്ടേക്ക് എന്തായി? ഈ തേനീച്ചയെ കൊന്ന് തേനെടുത്തുകൊണ്ട് പോകുന്നത് പോലെ തന്നെ നമ്മളും ഇതിങ്ങനെ ഈ സമ്പത്ത് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു ദിവസം എന്തായി? ഒരു ദിവസം അറിയാം, ഈ ശ്വാസം അങ്ങ് വിട്ടു പോകുമ്പോഴത്തേക്ക് എന്തായി? ഇത് വല്ലതും നമ്മൾ തിരിച്ചു കൊണ്ടുപോകുന്നുണ്ടോ? ഒന്നും കൊണ്ടുപോകുന്നില്ല അവിടെ, അല്ലെ? അപ്പം അങ്ങനെ നൈഷാപരാവരമതിർഭവത്തോ നനുസ്യാജന്തോ യഥാത്മസുഹൃദോ ജഗതസ്തഥാപി സംസേവയാ സുരതരോരിവതേ പ്രസാദ ദേവാനുരൂപമുദയോ ന പരാവരത്വം. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒട്ടും ചിന്തിക്കാതെ ഉച്ചനീച്ച ഭാവങ്ങൾ അവരിലൊക്കെ എന്താണ് പണ്ഡിതനെന്നും പാമരനെന്നും, അല്ലെ, ഗുരുവെന്നും ശിഷ്യനെന്നും ഒക്കെ ഇങ്ങനെ പലതരത്തിലുള്ള രീതിയിൽ നമ്മൾ തട്ടുകളാക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ലോകത്തിന്റെ തന്നെ ആത്മസുഹൃത്തായിട്ടുള്ള അങ്ങയെ സംബന്ധിച്ചിടത്തോളം ആരാണ്? അങ്ങയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരേപോലെ, അല്ലെ? അതുകൊണ്ട് ആ കൽപ്പക വൃക്ഷത്തിന് സദൃശമായിട്ടുള്ള അവിടുത്തെ ആ പ്രസാദം എല്ലാവർക്കും ഒരുപോലെ അത് ആ ആശ്രയത്തിന്റെ ഏറ്റക്കുറച്ചിലിനനുസരിച്ചുകൊണ്ട് ആ അനുഗ്രഹത്തിന്റെ സ്വഭാവം മാറ്റം വരുമെന്നുള്ളത്. യഥാർത്ഥമായിട്ടുള്ള ആ ഭഗവാനെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ഒരു നിഷ്കള ഭാവത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന് അവിടെ പറയുകയാണ്. പിന്നെ അവിടെ പറയുന്നു, കോന്വത്രതേഖില ഗുരോ ഭഗവൻ പ്രയാസ ഉത്താരണേസ്യ ഭവസംഭവലോപഹേതോഃ മൂഢേഷു തവ മഹദനുഗ്രഹ ആർത്തബന്ധോ കിം തേന തേ പ്രിയജനാൻ അനുസേവതാം. അവിടെ കുട്ടികളോട് ചോദിച്ചു, അല്ലെ, കൊന്വത്രതേഖില. അവിടെ അസുരാന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ആ
കുട്ടികളോട് ചോദിച്ചതുപോലെ തന്നെ കോതിപ്രയാസ അല്ലെ അസുരബാലക എന്ന് കുട്ടികളോട് ചോദിച്ചതുപോലെ തന്നെ ഇവിടെ പറയണ ഹേ ഗുരുനാഥ, ഈ 6 ഭാവങ്ങൾ അടങ്ങിയതായിട്ടുള്ള ഐശ്വര്യാദി ഷഡ്ഗുണങ്ങൾ നിറഞ്ഞതായിട്ടുള്ള ഭഗവാനെ, എല്ലാ ആർത്തിയെയും നശിപ്പിക്കുന്ന ആർത്തത്രാണപരായണനായിട്ടുള്ള ഭഗവാൻ ആരാണ്? യഥാർത്ഥത്തില് ഈ ജഗത്തിന്റെ തന്നെ ഉൽപ്പത്തി സ്ഥിതി ലയങ്ങൾക്ക് കാരണഭൂതനാണ് അല്ലെ? വിശ്വോൽപത്യാദിഹേതവേ. അങ്ങനെയുള്ള അങ്ങേക്ക് ജനങ്ങളെ ഈ സംസാര ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ശരിക്കും? അങ്ങ് തന്നെ ചിലർ ചോദിക്കാറുണ്ട്, എന്തിനാ ഈ ഭഗവാൻ നമ്മളെ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്? ഈ സൃഷ്ടിച്ചിട്ട് പലതരത്തിലുള്ള രീതിയിൽ നമ്മളെയൊക്കെ അല്ലെ കുറച്ചുപേരെ എന്താണ് സംയോജിപ്പിക്കുന്നു, കുറച്ചുപേരെ വിയോജിപ്പിക്കുന്നു. ഇതൊക്കെ അങ്ങ് വിചാരിച്ചാൽ ഇതൊക്കെ മാറ്റാൻ സാധിക്കില്ലേ? ഈ സംസാര ദുഃഖത്തിൽ നിന്ന് ഒന്ന് മോചിപ്പിക്കാൻ അങ്ങേക്ക് എന്താ പ്രയാസം? ഇത് തന്നെയാണ് നേരത്തെ അസുരബാലന്മാരോട് പ്രഹ്ലാദൻ ചോദിച്ചിട്ടുണ്ട്. കോതിപ്രയാസോസുരബാലക എന്ന് ഇത് തന്നെ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങയുടെ അല്ലെ ഭക്തദാസന്മാരിലല്ല ഈ കൃപ കാണിക്കേണ്ടതെന്ന് പറയാണ്. മൂഢേഷു വൈ മഹദനുഗ്രഹാർത്ഥബന്ധോ കിം തേനതേ പ്രിയജനാൻ അനുസേവതം. അപ്പം ഭഗവാന്റെ ദാസന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളൊക്കെ പറയുന്നത് അവൻ എന്നും അമ്പലത്തിൽ പോയതുകൊണ്ട് അവന്റെ കാര്യത്തിനൊക്കെ ആ കൂട്ടുന്ന ആ ഭഗവാന്റെ ഒരു അനുഗ്രഹമാണെന്ന് പറയാം. അങ്ങനെയല്ല ശരിക്കും. പ്രഹ്ലാദന്റെ സ്തുതി അങ്ങനെയല്ല. പ്രഹ്ലാദൻ പറയുന്നത് എന്താണ്? ഗുരുവായൂരപ്പ, യഥാർത്ഥത്തിൽ അങ്ങ് കൃപ കാണിക്കേണ്ട ആരെയാണ്? മൂഢേഷു വൈ മഹദനുഗ്രഹ ആർത്തബന്ധോ. ഇപ്പൊ ഭക്തന്മാരെന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തന്മാരെന്ന് പറഞ്ഞാൽ അങ്ങേ അറിയാവുന്നവരാണ്. പക്ഷെ ഈ മൂഢന്മാർക്ക് അവർക്കറിയാൻ സാധിക്കുമോടെ? ഇല്ല അല്ലെ? അപ്പം അങ്ങയുടെ ഭക്തദാസന്മാരിലല്ല അങ്ങ് അനുഗ്രഹിക്കേണ്ടത്. പിന്നെ ആരിലാണ്? ഈ മൂഢന്മാരായിട്ട് അല്ലെ എന്താണ് അവിദുഷന്മാരായിട്ട് ബുദ്ധിയില്ലാത്തവരായിട്ടുള്ള അവർക്ക് അങ്ങയുടെ അനുഗ്രഹം ഏറ്റവും ആ പ്രാകൃതർക്കായിട്ടുള്ളവർക്ക് കൊടുക്കേണ്ടതാണ്. നൈവോദ്വിജേ പരദുരത്യ വൈതരണ്യാത്വദ്വീര്യ ഗായന മഹാമൃതമഗ്നചിത്താം ശോചേ തതോ വിമുഖചേതസ ഇന്ദ്രിയാർത്ഥമായ സുഖായ പരമുദ്വഹത്തോ വിമൂഢാൻ. പിന്നെ അങ്ങയുടെ പലതരത്തിലുള്ള വീരഗാഥകള് അല്ലെ, വീരകഥകളാകുന്ന ആ ഭഗവത് കഥാസുധ കഥാമൃതത്തിലും ഒഴുകിയതായിട്ടുള്ള ആ ഞാൻ ആ വൈതരണിയെ പറ്റിയൊക്കെ അതൊന്നും ഞാൻ അതിനെപ്പറ്റി ഗവനിക്കുന്നേയില്ല. പക്ഷേ അങ്ങയോട് വിമുഖമായിട്ട് നടക്കുന്നതായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അങ്ങയോട് വിമുഖമായിട്ട് നടക്കുകയും പിന്നെ വിഷയസുഖങ്ങളിൽ തന്നെ അതാണ് ഏറ്റവും വലുതെന്ന് ചിന്തിക്കുന്നവരെ പറ്റി ഞാൻ വല്ലാണ്ട് ദുഃഖിക്കുന്നുണ്ട് ഹേ ഗുരുവായൂരപ്പ. കാരണം എന്താണ്? യഥാർത്ഥമായിട്ടുള്ള ആത്മതത്വം അറിയാതെ ഈ അല്ലെ കിട്ടിയതായിട്ടുള്ള നരജന്മം ഈ വിഷയസുഖങ്ങളിൽ രമിച്ചുകൊണ്ട് ഈ വിഷയസുഖങ്ങൾ തനിക്കിത് ദുഃഖമാണെന്ന് അവർ അറിയുന്നില്ലല്ലോ എന്നുള്ളതാണ്. അപ്പം അതിന് ഞാൻ വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും, ഭക്തന്മാരായ പ്രഹ്ലാദനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ബുദ്ധി അവരൊക്കെ ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളുടെ പ്രാർത്ഥന എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ആകുമ്പോഴാണ് അത് പ്രാർത്ഥനയാകുന്നത് അല്ലെ? പ്രഹ്ലാദൻ ഇപ്പൊ ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? മൂഢന്മാർക്ക് വേണ്ടിയിട്ട് അല്ലെ? അതുപോലെ തന്നെ ഇവിടെ ഈ വിഷയസുഖങ്ങൾ അനുഭവിക്കുന്ന ആ ദുഷ്ടന്മാർക്ക് വേണ്ടിയിട്ട് സ്വസ്ത്യസ്തു വിശ്വസ്യ ഫലപ്രസീതത പഞ്ചമസ്കന്ധത്തിൽ കാണാൻ സാധിക്കും. ഖലന്മാരെ രക്ഷിക്കുന്നത്. ഇതാണ് സജ്ജനങ്ങളായിട്ട് ഭക്തന്മാര് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അവിടെ അവരെ ഒഴിവാക്കാനല്ല നോക്കുക, നമ്മളൊക്കെ ഒഴിവാക്കുകയാണ് സത്യത്തിൽ അല്ലെ? കൊലയാളികളെന്നും ഒക്കെ പറഞ്ഞു നമ്മൾ അവരെയൊക്കെ ഇങ്ങനെ മാറ്റി നിർത്താൻ. എന്നാ പ്രഹ്ലാദൻ അങ്ങനെയല്ല, അവരെ വേണ്ട പോലെ ആക്കി കൊടുക്കണേ ഗുരുവായൂരപ്പ എന്ന് അവിടുന്ന് ഒരു നയാ പൈസ ചെലവില്ലാതെ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ സാധിക്കും. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ആ സ്വന്തം മോക്ഷം ലാക്കാക്കിക്കൊണ്ട് ഭഗവാനെ അവിടെ സ്തുതിക്കുകയല്ല അവിടെ ചെയ്യുന്നത്, അല്ലെങ്കിൽ തപസ് അനുഷ്ഠിക്കുകയല്ല അവിടെ ചെയ്യുന്നത്. പിന്നെയോ മറ്റുള്ളവർ ചെയ്യുന്നതായിട്ടുള്ള ദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് ഒരു സൽക്കർമ്മമായിക്കൊണ്ട് മറ്റുള്ളവർക്കും അവരെ അനുഗ്രഹിക്കുവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന നമസ്കാരം പോലും സൽക്കർമ്മമായിട്ട് വരണം എന്നാണ് പ്രഹ്ലാദൻ കാണിച്ചു തരുന്നത് ഇവിടെ അല്ലേ? അപ്പം അങ്ങനെയുള്ള അത്യന്ത ദുഃഖത്തിലേക്ക് എത്തിയിട്ടുള്ളവർക്ക് ഒരു മോചനമായിട്ട് വരുവാൻ വേണ്ടിയിട്ട് ആരാണോ പ്രാർത്ഥിക്കുന്നത് അല്ലെ? സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയാഹ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന എന്ന് അവിടെ പ്രഹ്ലാദൻ കാണിക്കുകയാണ്. അപ്പം സാധാരണക്കാർക്ക് ഇതിന് കഴിവില്ല എങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അല്ലെ, അവര് ക്ലേശം അനുഭവിച്ചും വിഷയസുഖങ്ങളിൽ തന്നെ വ്യാപൃതരായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഗുരുവായൂരപ്പ ഞാൻ ഇവിടുത്തെ പാദങ്ങൾ വീണ് നമസ്കരിക്കുന്നു. പിന്നെയോ മൗനവ്രതശ്രുതതബോധ്യേന സ്വധർമ്മ വ്യാഖ്യാരഹോ
ജപസമാധയാപവർഗ്യാഹ പ്രായ പരം പുരുഷ ഏതേ ത്വജിതേന്ദ്രിയാണാം വാർത്താ ഭവന്ത്യുതനവാത്രതു ദാംഭികാനാം. പിന്നെ ലോകരെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള നിയമങ്ങൾ പറയുകയാണ് അവിടെ. മൗനം വ്രതം, സൽക്കഥാശ്രവണം, സത്സംഗം, പിന്നെ തപസ് ചെയ്യുക, വേദം പഠിക്കുക, സ്വധർമ്മങ്ങൾ വേണ്ട പോലെ അനുഷ്ഠിക്കുക, ശാസ്ത്രം പഠിക്കുക, ഇങ്ങനെ ഏകാന്തവാസം അല്ലെ, ഏകാഗ്രമായിക്കൊണ്ടിരുന്ന് സ്വയം എന്താണ് ആധ്യാത്മികമായിട്ടുള്ള ചിന്ത ചെയ്യുക. എന്താണ് ആധ്യാത്മിക ചിന്ത എന്ന് പറഞ്ഞാൽ? എന്താണ്? തന്നെ തന്നെ വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക, താൻ ആരാണ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെയോ ആ ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളൊക്കെ ചെയ്യുക. പ്രായപരം പുരുഷത്തെ ത്വജിതേന്ദ്രിയാണാം വാർത്താ ഭവന്ത്യുന പാത്രദംഭികാനാം. അപ്പം അങ്ങനെ നമ്മൾ ഇതുപോലെയുള്ള ഓരോരോ സൽക്കർമ്മങ്ങളും യോഗചര്യങ്ങളും ചെയ്ത് ഇവയെല്ലാം എന്ത് വേണ്ടിയാണ്? ഇതൊക്കെ എന്താണ്? അപവർഗത്തിന് വേണ്ടിയാണ്, മോക്ഷോപായങ്ങളാണ് ഇതെല്ലാം. അങ്ങനെ ആ ശമദമാദികളായിട്ടുള്ള ഇന്ദ്രിയജയം ഒക്കെ നേടി ആ ഭൗതിക ലക്ഷ്യങ്ങളോടെ എന്താണ് ലക്ഷ്യങ്ങളെ വിട്ടിട്ട് യഥാർത്ഥമായിട്ടുള്ള സുഖം, ആനന്ദം മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ വിഷയസുഖങ്ങളിൽ രമിച്ചുകൊണ്ട് ഭൗതിക ലക്ഷ്യങ്ങളോടെയുള്ള അത് ഉപജീവന മാർഗമാക്കിക്കൊണ്ട് എന്താണ് ഇന്ന് ആചാരങ്ങൾ ചെയ്യുന്നവര്, അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവരെ അഹങ്കാരികളായിട്ടുള്ളവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് എളുപ്പമല്ല എന്ന് പറയണം. കേവലം എന്താണ് ഇവർ ചെയ്യുന്നത് മുഴുവൻ വെറും ഒരു പ്രൗഢിക്ക് വേണ്ടിയിട്ട് മാത്രം അവര് കർമ്മങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങേക്ക് ഇതൊന്നും അങ്ങ് അരൂപിയാണ് ശരിക്കും അല്ലെ. എന്നാൽ പോലും എന്താണ് വിത്തിൽ നിന്ന് മുള എന്നതുപോലെ തന്നെ എന്താണ് ആ നിർഗുണം സഗുണം അഥവാ അല്ലെങ്കിൽ കാരണം കാര്യം ഇങ്ങനെയുള്ള തരത്തിലുള്ള അങ്ങയുടെ ആ വേദകൽപിതമായിട്ടുള്ള ഗുണങ്ങളെ വേണ്ട പോലെ അറിയാൻ ശ്രമിക്കണം അല്ലെ. എന്തായാലും യോഗികൾ അവരുടെ യോഗശക്തികളെ കൊണ്ട് ഈ രൂപങ്ങളിൽ നിന്നുമൊക്കെ അരണിയിൽ നിന്ന് എങ്ങനെയാണോ അഗ്നി ഉണ്ടെന്ന് അറിയുന്നത്, അല്ലെങ്കിൽ എന്താണ് തടിക്കഷ്ണത്തിന്റെ ഉള്ളിൽ അഗ്നി ഉണ്ടെന്ന് യോഗികൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ പോലെ എല്ലാവരുടെയും ഉള്ളിലുള്ള ആ ഈശ്വര ചൈതന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ട് അഗ്നി, ഭൂമി, ആകാശം, ജലം, അതുപോലെ തന്നെ ശബ്ദതന്മാത്രകള്, പ്രാണങ്ങള്, ഇന്ദ്രിയങ്ങള്, എന്താണ് അന്ധകരണ വൃത്തികള്, ഇതെല്ലാം പിന്നെന്താണ് കർമ്മേന്ദ്രിയങ്ങള്, ജ്ഞാനേന്ദ്രിയങ്ങള് എല്ലാം ഉണ്ടായാലും എന്താണ് അതൊക്കെ ഉണ്ടെങ്കിലും അതിനൊന്ന് ചലിക്കണമെങ്കിൽ എന്താണ്? ചലിക്കണമെങ്കിൽ അത് ഈശ്വര ചൈതന്യം ഉണ്ടെങ്കിൽ മാത്രം. ബാക്കിയെല്ലാം വെറുതെ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് അല്ലേ. അത് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അങ്ങയുടെ ആ ഒരു ചൈതന്യം കൊണ്ടാണ് ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ അവിടെ പറയുന്നു. ഇങ്ങനെ ആ ഭഗവാൻ അവസാനം പറഞ്ഞു, നൈതേ ഗുണോ ന ഗുണിനോ മഹദാതയോ യേ സർവേ മനഃപ്രഭൃതയ സഹദേവമത്യാം ആദ്യന്തവന്ത ഉരുകായ വിദന്തി ഹി ത്വാം ഏവം വിമൃശ്യ സുധിയോ വിരമന്തി ശബ്ദാൽ. ആരാണോ അങ്ങയെ വേണ്ട പോലെ ആ കീർത്തനങ്ങൾ പാടി അവിടത്തേക്ക് സന്തോഷിപ്പിക്കുന്നത്, എല്ലാ ഗുണങ്ങളും അല്ലെ ഈ മഹത്തത്വങ്ങള് തുടങ്ങിയതായിട്ടുള്ള ഈ പഞ്ചേന്ദ്രിയങ്ങള്, ഈ 24 തത്വങ്ങള് എല്ലാം ഉള്ളവരാണെങ്കിൽ പോലും എന്താണ് അതിന്റെ ഉള്ളില് അതിനെ വർത്തിക്കുവാൻ വേണ്ട ദേവന്മാര്, മനുഷ്യര് ആയിട്ടുള്ള ആരായിക്കോട്ടെ അവരുടെ ഒക്കെ ഉള്ളിൽ എന്താണ് ഒരേ ഒരു ചൈതന്യം നിറഞ്ഞിരിക്കുന്നു. ആ ചൈതന്യത്തെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. ആദ്യന്തവന്ത ഉരുകായ വിദന്തി ഹി ത്വാം ഏവം വിമൃശ്യ സുധിയോ വിരമന്തി ശബ്ദാൽ. സുധിയോ എന്ന് പറഞ്ഞാൽ മനീഷികള്, ബുദ്ധിമാന്മാര് അല്ലെങ്കിൽ സജ്ജനങ്ങള്, അവര് എന്താണ് ഇങ്ങനെ ഇതിൽ നിന്നും വിമർശിച്ചുകൊണ്ട് അതിൽ നിന്നും ആ യഥാർത്ഥമായിട്ടുള്ള തത്വത്തെ മനസ്സിലാക്കുന്നു. തത്തേർഹത്തമ നമസ്തുതി കർമ്മ പൂജാഹ കർമ്മസ്മൃതി ശരണയോ ശ്രവണം കഥായാം സംസേവയാ ത്വയി വിനേതി ഷഡംഗയാ കിം ഭക്തിം ജന പരമഹംസഗതോ ലഭേദ. അതുകൊണ്ട് ഹേ ഗുരുവായൂരപ്പ, എനിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ. എനിക്ക് എന്താണോ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ആ തത്വങ്ങളെയൊക്കെ അങ്ങയുടെ മുമ്പിൽ ഞാൻ ഇപ്പൊ കാഴ്ചവെച്ചു. അതുകൊണ്ട് എനിക്കൊന്നും മാത്രമേ ഉള്ളൂ. എന്താണോ ഈ മനുഷ്യജന്മം കൊണ്ട് നേടിയെടുക്കേണ്ടത്, ഈ മനുഷ്യജന്മം കൊണ്ട് നേടിയെടുക്കേണ്ടത് പരമഹംസഗതിയാണ് വേണ്ടത്. പരമഹംസം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്യാസം. ആ സന്യാസത്തിന്റെ 4ാമത്തെ ഘട്ടമാണ് അല്ലെ. കുടീചകൻ, ബാഹൂതകൻ, പരിവ്രാജകൻ, പരമഹംസൻ. അപ്പം ആ ഒരു പരമഹംസഗതിയിലേക്ക് എത്തിച്ചേരലാണ് ഈ ഒരു മനുഷ്യജന്മം എങ്കിൽ അതിനു വേണ്ടതായിട്ടുള്ള ആ ഭക്തി എനിക്ക് ഉണ്ടാക്കി തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്തുതി അവസാനിപ്പിക്കുന്നത്. അപ്പം യഥാർത്ഥത്തില് ഈശ്വരനെ
നമുക്ക് അറിയണമെങ്കിൽ എങ്ങനെ അറിയാൻ സാധിക്കുള്ളൂ? ഭക്തി കൊണ്ടല്ലാതെ ഒരു മാർഗവും ഇല്ല എന്നുള്ളതാണ്. ഈശ്വരനെ അറിയലാണ്, ഈശ്വരനെ കാണലോ കേൾക്കലോ ഒന്നും പറ്റില്ല അല്ലെ? നമ്മൾ വേദം പറയുന്നില്ലേ, നേതി 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 എന്ന് പറയുന്നില്ലേ? ഒന്നും അരൂപിയാണെന്ന് പറഞ്ഞു അല്ലെ? രൂപമില്ല, ആകൃതിയില്ല, ഇതൊക്കെ പറഞ്ഞു. അപ്പം അറിയണമെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ നിഷ്കളമായിട്ടുള്ള ഒരു ഭാവം നമുക്കുണ്ടാകുക, ഒന്നിലും ഒരു മമത ഉണ്ടാവാതിരിക്കുക. ഈ മമതയാണ് സത്യത്തിൽ നമ്മളെ അല്ലെ, നമ്മളൊക്കെ ഇന്ന് നമ്മള് പറയുന്നത് എന്താണ്? നമ്മൾ പറയുന്നത് മറ്റു വസ്തുക്കളാണ് എനിക്ക് ദുഃഖം ഉണ്ടാക്കുന്നത് അല്ലെ. നമ്മള് കൂടെ ഉള്ളവരെ കൊണ്ടോ അല്ലെങ്കിൽ എന്റെ മക്കളെ കൊണ്ടോ അവരെ കൊണ്ടാണ് എനിക്കിന്ന് കിടക്കപ്പുറതി ഇല്ല എന്ന് പറയും. യഥാർത്ഥമാണ് സത്യത്തില് അതല്ല. സത്യത്തില് ആ മമത നമ്മളെ ഈ ദുഃഖത്തിന് കാരണമാക്കിക്കൊണ്ട് വരുന്നത്. അതുകൊണ്ട് ഗുരുവായൂരപ്പ, അപ്പം ഈ മമതാബന്ധം നമ്മളിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? ഈ ശരീരം പോലും മമതയ്ക്ക് കാരണമായിട്ടുള്ള. അപ്പം ഈ ശരീരം പോലും യഥാർത്ഥത്തില് അത് കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ പോലും പറഞ്ഞാൽ കേൾക്കില്ലാത്തൊരവസ്ഥയാവും അല്ലെ? നമുക്കറിയാമല്ലോ യഥാർത്ഥം. പക്ഷെ ഈ നമ്മളെന്നോ ഞാനെന്നോ എന്റെയെന്നോ ഉള്ളതിന് മാറ്റമില്ല. ആ വ്യത്യാസം. രണ്ടും മാറുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഈ ഞാൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു വയസ്സിൽ ഞാൻ എന്ന് പറയുന്നത് 90 വയസ്സിൽ ഞാൻ എന്ന് പറയുന്നതും ഒരേ ഞാൻ തന്നെയാണ്. അതിന് വ്യത്യാസമില്ല. പക്ഷെ ശരീരം നമ്മൾ വിചാരിക്കുന്നത് പോലെ അപ്പം നമ്മളുടെ അധീനതയിലല്ല ശരീരം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു സത്യം മനസ്സിലാക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. എന്താണ്? ഒരേ ഒരു ചൈതന്യമാണ് എല്ലാത്തിന്റെ ഉള്ളിൽ വർത്തിക്കുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചൈതന്യത്തിനോട് മാത്രമേ നമുക്ക് ബന്ധമുള്ളൂ. അതുകൊണ്ടാണല്ലോ ഇനി ഉദ്ധവനോട് പറയാൻ പോകുന്നത്, ജഗത്ത് ഏക ബന്ധുന. അല്ലെ, ഉദ്ധവനോട് പറയുന്നത് അത് തന്നെയുള്ളൂ. ഉദ്ധവന് പോലും എന്താണ് അവസാനം ഭഗവാന്റെ അടുത്തുനിന്ന് പോകാൻ പറ്റാതെ വന്നപ്പോൾ ഉദ്ധവനോട് പറയാണ്, ഇനി ഉദ്ധവൻ എനിക്ക് ഇനിയിപ്പം ഉദ്ധവന് പോലും എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല എന്നാ. ഭഗവാന് പോലും പറ്റുന്നില്ല മറ്റുള്ളവരിലേക്ക് ഈ ഈശ്വര ഭാവത്തെ എത്തിക്കാൻ. ഉദ്ധവനോട് പറഞ്ഞാണ്. ഉദ്ധവ അത് സ്വന്തം വിചാരിച്ചാൽ മാത്രമേ അതിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള വഴികൾ പറഞ്ഞു തരാം എന്നുള്ള അല്ലാതെ ഈശ്വരന് പോലും സാധിക്കില്ല. അവിടെ ഭക്തനെ ആക്കി മാറ്റാൻ സാധിക്കില്ല. അത് തന്നെ എത്തണം. അത് പരമഹംസഗതിയിലേക്ക് എത്തണം. ഇത് ഭാഗവതത്തിന്റെ ഒരു ലക്ഷ്യവും അതുകൊണ്ടാണ്. അത് തന്നെയാണ്. എന്താണ് ഭാഗവതത്തിന്റെ ലക്ഷ്യം? അത് തന്നെ. ഓരോ അധ്യായം കഴിയുമ്പോൾ നമ്മൾ എന്താണ്, ഇത് ശ്രീമദ് ഭാഗവതെ പാരമഹംസ്യാം സംഹിതായാം അല്ലെ, ആ പരമഹംസന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് യഥാർത്ഥത്തില്. അപ്പം പൂർണ്ണമായിട്ടും ഈ മനുഷ്യ ജന്മം എന്നുള്ളത് ആ ഈശ്വര തത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് ചെറിയ കാര്യങ്ങൾ പോലും ഇന്ന് എന്തൊരു ടെൻഷനാണ്. ചെറിയ കാര്യങ്ങൾ പോലും വെറുതെ ടെൻഷൻ അടിക്കുക. അത് ആ ടെൻഷൻ വരുന്നത് എന്തുകൊണ്ടാണ്? ആ ടെൻഷൻ വരുന്നത് ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു മമതാബന്ധമാണത്. സത്യത്തിൽ ഞാനല്ല ചെയ്യുന്നത്. ആ ഞാനല്ല ചെയ്യുന്നതെന്ന് അങ്ങ് വിചാരിച്ചാൽ പിന്നെ നമ്മള് ഒന്നും അറിയുകയും വേണ്ട. ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് കർമ്മങ്ങൾ അല്ലെങ്കിൽ എല്ലാം ചെയ്യാൻ സാധിക്കണം. അവിടെയാണ് യഥാർത്ഥത്തിൽ ആ ഒരു അവധൂതത്വമാണ് ശരിക്ക് മനുഷ്യൻ നേടിയെടുക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രഹ്ലാദ സ്തുതി അവിടെ അവസാനിക്കുന്നത്. പിന്നീട് ഭഗവാൻ വേഗം തന്നെ പ്രഹ്ലാദനോട് പറയുകയാണ്, പ്രഹ്ലാദ എന്ത് വരം വേണേലും ചോദിച്ചോളൂ എന്ന് പറയുമ്പോൾ ഭഗവാൻ അവിടെ പ്രഹ്ലാദൻ അങ്ങോട്ട് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എനിക്ക് നേരത്തെ തന്നെ അവിടെ ചോദിക്കായിരുന്നു അല്ലെ. ഒരു വണിക് സമ്പ്രദായത്തിലുള്ള ഒരു ഭക്തി അല്ല ഭഗവാൻ. കാരണം എന്താണ്? ഈ രണ്ടും രണ്ടാണെന്നുള്ളൊരു ധാരണ പ്രഹ്ലാദനില്ല. ഒരാൾ തരാനും അല്ലേ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മള് ഈ ക്ഷേത്രത്തിലൊക്കെ നിവേദ്യങ്ങളൊക്കെ സമർപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. സത്യത്തിൽ നമുക്ക് തിരിച്ചു മേടിക്കാൻ അല്ലെ, ഇന്ന് എല്ലാവരും ഉണ്ടാകുന്നത് തനിക്ക് വേണ്ടിയിട്ടെന്നുള്ള രീതിയിലാണ് വഴിപാടുകൾ സമർപ്പിക്കുന്നത്. ശരിക്കും നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മുടെ കർമ്മങ്ങളൊക്കെ ആരാ ചെയ്യുന്നത്? നമ്മുടെ കർമ്മങ്ങളൊക്കെ ഈശ്വരനാണ് ചെയ്യുന്നതെങ്കിൽ ഈശ്വരനല്ലേ ഇതെല്ലാം വേണ്ടത്. അപ്പം ആ ഒരു സമർപ്പണം. അതുകൊണ്ടാണ് ഈ സമർപ്പണത്തോടു കൂടി ഇത് ചെയ്യണം. ഈശ്വര സമർപ്പണം എന്ന് ചോദിച്ചാൽ ഈശ്വരന് സമർപ്പിക്കുക, ഈശ്വരനാണ് നമ്മുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ഒരു സങ്കല്പത്തിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഫ്രീ ആകാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് സ്വയം പരിശ്രമിച്ച അതിനുവേണ്ടിയാണ് ജപവും സാധനങ്ങളും ഒക്കെ ഇതിനു വേണ്ടാണ്. ഈ ഋഷീശ്വരന്മാർ പോലും യുഗങ്ങളോളം തപസ് ചെയ്യുന്നതും ഈ ഭാവത്തിലേക്ക് എത്താൻ വേണ്ട. അതാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോക്ഷം എന്നൊക്കെ പറയാം. ഈ മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രേ ഉള്ളൂ. ഈ സംശയങ്ങളായിട്ട് നമ്മളിങ്ങനെ പലതിലും കിടന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഒരു മോചനമാണ് മോക്ഷം എന്ന് പറയുന്നത്. അത് മോക്ഷം കിട്ടണമെങ്കിൽ ഇതിൽ ഉറച്ചു വിശ്വസിക്കുക, യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക, അത്രേ പറ്റുള്ളൂ. എന്തായാലും ഈ വാക്കുകളൊക്കെ പാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം.